കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ എതിരാളിയാണ്, BJP അവരുടെ രാഷ്ട്രീയ എതിരാളിയല്ല, BJP അവരുടെ സുഹൃത്താണ്. അതുകൊണ്ടാണല്ലോ ശ്രീ ശിവശങ്കറിനെ അദ്ദേഹം സുഹൃത്തെന്ന് വിളിക്കുകയും എന്നെ അദ്ദേഹം വർഗീയവാദി എന്നും ഇതേ ചർച്ചയിൽ വിളിക്കുന്നത്. അപ്പൊ ഈ സുഹൃത്ത് ബന്ധമാണ് വാസ്തവത്തിൽ കേരളത്തെ ആശങ്കാകുലരാക്കുന്നത്. RSSും BJPയും ഉയർത്തുന്ന നറേറ്റീവ് ആവർത്തിക്കുന്ന CPMന്റെ പ്രതിനിധിയുടെ ഈ വല്ലാത്ത സുഹൃത്ത് ബന്ധവും അവർ രണ്ടുപേരും ഒരേ ആശയം പുറത്തു പറയുന്നതുമാണ് കേരളത്തെ വാസ്തവത്തിൽ വലിയ ആശങ്കയിലാക്കുന്നത്. കേരളത്തിന്റെ ഈ ഒരു സെക്യുലർ ഫാബ്രിക് പരാമർശവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി. PR ശിവശങ്കർ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു. BJPയുടെ പ്രതിനിധി ശ്രീ PR ശിവശങ്കർ ജമാഅത്തെ ഇസ്ലാമി വലിയ മോശം സംഘടനയാണ്, തീവ്രവാദ സംഘടനയാണ്, വർഗീയ സംഘടന പറഞ്ഞു. എനിക്ക് ഒറ്റ കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൂ. ഈ ജമാഅത്തെ ഇസ്ലാമി തൊട്ടുകൂടാത്ത സംഘടനയാണെങ്കിൽ എന്തിനാണ് പ്രിയപ്പെട്ട ശിവശങ്കർ ജമാഅത്തെ ഇസ്ലാമിയുമായി എളമക്കരയിലെ RSS കാര്യാലയത്തിൽ എന്തിനാണ് ചർച്ച നടന്നത്? എന്തിനാണ് ഡൽഹിയിൽ മോഹൻ ഭഗവത് നേതൃത്വത്തിൽ RSSും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ചർച്ച നടന്നത്? ആ കാര്യം ഒന്ന് വിശദീകരിച്ചാൽ മതി.